ഷെറിൻ എന്ന് പറയുന്ന ആളൊന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? എനിക്ക് അറിയത്തില്ല ആരാണത്. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് മുഖം കാണിക്കാവോ എനിക്ക്? പ്രൈസ് ലോർഡ്. ഇപ്പൊ എന്ത് ചെയ്യുക? എവിടെ വർക്ക് ചെയ്യുന്നേ? ഓക്കെ ഓക്കെ. അടുത്ത് എന്തെങ്കിലും ശ്രമിച്ചായിരുന്നോ? അടുത്ത് എന്തെങ്കിലും മുന്നോട്ട് പോകാനോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു വഴി തുറക്കുന്ന പോലെ എന്തെങ്കിലും ടെസ്റ്റുകൾ എഴുതാനോ അങ്ങനെ എന്തെങ്കിലും നോക്കിയായിരുന്നോ? അതാണ് ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. എന്തിന്റെ ടെസ്റ്റാണ് എഴുതിയിരിക്കുന്നത്? അത് എഴുതിയ എവിടെ ജോലി കിട്ടും? ഗവൺമെന്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നഴ്സിംഗുമായി ബന്ധപ്പെട്ടതോ? അത് എഴുതിയിട്ട് ഇപ്പൊ വെയിറ്റ് ചെയ്യുവാണോ? എന്നാ അത് കിട്ടും യേശുവിന്റെ നാമത്തിൽ. ചില ടെസ്റ്റുകൾ എഴുതി നിൽക്കുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു. അതാ ഞാൻ ചോദിച്ചത്, എന്തെങ്കിലും ടെസ്റ്റ് എഴുതി നിൽക്കുവാണോ എന്നാ ഞാൻ ചോദിച്ചത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് തലയിലോട്ട്, സ്വന്തമായിട്ടൊന്ന് തലയിലോട്ട് കൈവച്ച് നിങ്ങളുടെ മേലെ ഒരു പവർ വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിൽ ടേക്ക് ഇറ്റ്. ആ ടെസ്റ്റ് നിങ്ങൾ പാസ്സാകും. നിങ്ങൾ മുന്നോട്ട് പോകാൻ പോവുക. നിങ്ങളൊരു ടെസ്റ്റ് എഴുതി നിൽക്കുന്ന പോലെയാ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ചെവി പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ അതിന്റെ മേൽ പവർ, ഐ റിലീസ് ദ പവർ ഓഫ് ഗോഡ്. നിങ്ങളത് പാസ്സാകും. നിങ്ങൾക്ക് വേണ്ടി ആ ജോലി ദൈവം റിസർവ് ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. യേശുവിന്റെ നാമത്തിൽ ടേക്ക് ഇറ്റ്. El Rabu Shika, Urazikal Rabu Sheke, Urazikel Rabu Shekia, Rabal Katros Beya. സിസ്റ്ററെ, വെളിയിലോട്ട് പോകാൻ വല്ലതും നോക്കിയായിരുന്നോ? കാനഡയോ അങ്ങനെ വല്ലതും നോക്കിയായിരുന്നോ? അതോ ചെന്നൈയിൽ തന്നെ ആയിരിക്കാനാണോ? എവിടെയാണ് നോക്കിയത്? കാനഡ. എന്നോട് ദൈവം പറയുന്നു കാനഡ. കാനഡയല്ല ഞാൻ ഇപ്പൊ പറഞ്ഞത്. പറഞ്ഞെ. കാനഡയിൽ പോകാൻ നോക്കി. അദ്ദേഹം പെട്ടെന്ന് പാസ്പോർട്ട് എക്സ്പയർ ആയിട്ടിരിക്കുക, പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് ഉഴപ്പി അതങ്ങ് വിട്ടു. പിന്നീട് അത് ഫോളോ അപ്പ് ചെയ്തില്ല. എന്നാൽ അത് ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങൾ അധികം നാളല്ല ഇവിടെ ഉള്ളത്. ഹല്ലേലൂയ. നിങ്ങൾ കാനഡയിലോട്ട് പോകേണ്ടവരാണെന്ന് എന്നോട് കാനഡ എന്നാണ് ഞാൻ പറഞ്ഞത്. സിസ്റ്റർ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ കാനഡ എന്നാണ് ചോദിച്ചത്. ഹല്ലേലൂയ. കാനഡ എന്നാണ് എന്നെ എഴുതി കാണിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് അത് ഫോളോ അപ്പ് ചെയ്തോ. ഇപ്പോൾ ആയിരിക്കുന്നിടത്തായിരുന്നോട്ടെ, പക്ഷെ അത് ഫോളോ അപ്പ് ചെയ്യണം. കേട്ടോ? യേശുവിന്റെ നാമത്തിൽ കർത്താവേ, കാനഡ എന്ന രാജ്യം ഹല്ലേലൂയ ഷിബി സിസ്റ്ററിന്റെ ലൈഫിലേക്ക് ഓപ്പൺ ആയി വരുന്ന പോലെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ രാജ്യത്തിന്റെ വാതിൽ ഒരു ചാവി സിസ്റ്ററിന്റെ കയ്യിലോട്ട് ദൈവം തരുന്ന പോലെ. കൈ ഒന്ന് നീട്ടിപ്പിടിച്ചേ, കൈ ഇങ്ങനെ പിടിച്ചേ. യേശുവിന്റെ നാമത്തിൽ ടേക്ക് ഇറ്റ്. ഒരു കീ സിസ്റ്ററിന്റെ കയ്യിലേക്ക് വരികയാണ്. സലഖർമഹോഷിയ കഥ. കാനഡയിലേക്ക് പോകാനുള്ള ഒരു കീ ദൈവത്തിന്റെ ആത്മാവ് തരിക. ബിന്ദു ആന്റി, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ബിന്ദു അലൈൻ ആന്റി, ഒരു കാര്യം കൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും ഭാരമുണ്ടോ? എന്തെങ്കിലും അങ്ങനെ? ഓക്കെ, ഹസ്ബൻഡ് ഇല്ല. ആ വിഷമം ആന്റിയുടെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ടോ? ഉണ്ട്. ഞാൻ നിങ്ങളെ നോക്കുമ്പോ എല്ലാം ഞാൻ തലയങ്ങ് മാറ്റാൻ നോക്കുക. പിന്നെയും പറയാം, ഭർത്താവിനെ കുറിച്ചുള്ള ഭാരം, ഭർത്താവിനെ ഓർത്തുള്ള വിങ്ങിമുട്ടൽ ഹൃദയത്തിൽ ഇപ്പോഴും അതുണ്ടോ? സത്യം പറയണം, ഞാൻ ബ്രേക്ക് ചെയ്യാൻ പോവാ. അത് ഉണ്ടെങ്കിൽ ഓർത്തോ, അതിപ്പോൾ ബ്രേക്ക് ചെയ്യണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു. കാരണം ചില ഇന്നർ ഹീലിംഗുകൾ ഇപ്പോൾ ആന്റിയുടെ ലൈഫിൽ വെളിപ്പെടണമെങ്കിൽ, ചില ആന്തരിക സൗഖ്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടണമെങ്കിൽ നിന്റെ ഹൃദയം സൗഖ്യമാകണം. അത് മറന്നേക്കുക. ഭർത്താവിനോടുള്ള സ്നേഹം നല്ലതാണ്, പക്ഷെ ഭാരം നല്ലതല്ല. ആ ഭാരം ദൈവികമല്ല, ആ ഭാരം പൈശാചികമാണ്. ആ ഭാരത്തെ ബ്രേക്ക് ചെയ്യണം. ഒരു കാറ് വരട്ടെ, യേശുവിന്റെ നാമത്തിൽ കാറ് വരട്ടെ. സുനിലങ്ങളെ ഒന്ന് തുറക്കാവോ?
പ്രൈസ് ലോർഡ്. എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്നാ കാണുന്നേ? എന്തോ നിങ്ങൾ ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും കാറിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? കാറോ വണ്ടികളോ? ആ, എന്താണ് ആഗ്രഹിക്കുന്നത്? ഒന്നുകൂടെ പറയണേ, ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യാണ്, കൃത്യമായിട്ട് പറയണേ. ഞാൻ ഒരു വണ്ടിക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബുക്കിംഗ് കിടക്കുവാണ്. എന്ന് വരും വണ്ടി? എന്ന് വരും? പക്ഷെ ബുക്ക് ചെയ്തു. എന്നോട് ദൈവം പറയുന്നത് നിങ്ങൾ ഒരു കാറ് മേടിക്കുന്ന ഒന്ന് കൈയടിച്ച് സ്തുതിച്ച്